ഇത് ഞാൻ പറഞ്ഞില്ലേ തുടക്കം തന്നെ, ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന സംഗതിയാ. പോടി ആടന്ന്, ആദ്യം മലയാളം എന്ന് എഴുതാൻ പാച്ചിട്ട് വച്ചല്ലേ. ആടന്ന് എന്തോ ആടുന്നെന്ന്, വാപ്പാട സുന ആടുന്നെന്നോ? പൊടിയുണ്ടെങ്കിൽ തട്ടിക്കള. ഓ, നല്ല മലയാളമല്ലേ ഇവരുടെ. മര്യാദയ്ക്കൊരു തെറി പറയാനെങ്കിലും അക്ഷരത്തെറ്റില്ല. അതൊന്ന് പാച്ചിട്ട് വാടി പെമ്പറന്നോത്തികളെ. നിനക്കൊക്കെ നാണമാകുന്നില്ലേ? മലയാള ഭാഷ പോലും എഴുതാൻ അറിയാതെ ആടന്ന് നോക്കൂ. റിഫായ് കുമ്പള വാപ്പ ഭോഗിച്ചോണ്ടിരിക്കുന്ന മോളാണ് അവളെന്ന് അവൾ തന്നെ പറയാ. നിന്റെ വാപ്പ കൊള്ളാലോടി. ഉമ്മാക്കറിയാവിടെ ഇത്? നിന്റെ ഉമ്മാക്ക് ഇതൊക്കെ അറിയാമോ? അതോ ഉമ്മാടെയും കൂടി അറിവോടെയും സമ്മതത്തോടെയാണോ നീയൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സലീമ, ഞാൻ മരിക്കത്തില്ല കേട്ടോ. എൻ്റെ മരണവും ജീവിതവും നീ എന്തിനാവോ ചെയ്ത് നോക്കുന്നത്? അപ്പോ പറഞ്ഞു വരുന്നത്, ഇവര് ഒരു പക്ഷേ ഇസ്ലാം എന്ന ഈ കൾട്ടില്ലായിരുന്നെങ്കിൽ ലോകം എത്രയോ സമാധാനത്തോടുകൂടി ജീവിക്കുമായിരുന്നു. എത്രയോ മനുഷ്യന്മാർ ഇപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുമായിരുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന, ലോകത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന പോർക്കിസ്ഥാനിലെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ പോർക്കുകളെ തിരിച്ചറിയിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവര് പോർക്കിസ്ഥാനിൽ മാത്രമല്ല, മൂരിസ്ഥാനാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തില്, അൽഖേരളമാക്കാൻ ശ്രമിക്കുന്ന ഈ കേരളത്തിലും ഇസ്ലാം മത തീവ്രവാദികൾ ഉണ്ടെന്നും അവരുടെ ആ ഹമാസോളികളുടെ, താലിബാനോളികളുടെ ഇസ്ലാം മത തീവ്രവാദം ഇവന്മാരുടെ തന്നെ അണ്ണാക്കിലിട്ടിട്ട് പൊട്ടിക്കാൻ നമുക്ക് കഴിയുമെന്നും ബോധ്യപ്പെടുത്തുവാണ്. നമുക്ക് മനസ്സിലാക്കണം. സ്ഫോടകവസ്തു വിട്ട് പൊട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ ഗ്രന്ഥം എന്താണ് പറയുന്നത് എന്ന് അവന്മാരുടെ അണ്ണാക്കിലോട്ട് തിരികെ കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും ഒക്കെ ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യക്കകത്തിരുന്ന് ഒരു പ്രത്യേക വിഭാഗം രാജ്യദ്രോഹികൾ നടത്തുന്ന നാറിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയണം. നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യണം. റിഫായ് കുംബ്ല, നിന്റെ തന്തയോട് സംസാരിക്കുന്ന ഭാഷ ഇവിടെ എടുത്താൽ അടിച്ച് കരണം ഞാൻ പുകയ്ക്കും കേട്ടോ. എടുത്ത് ഞാൻ പുറത്തിടും. നിന്നെ തൂറിയിട്ട നിന്റെ തള്ളയെ വിളിക്കുന്ന ഭാഷയും അവളും അവനും ഒരച്ച് വായിൽ തന്ന സംസ്കാരവും ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, തോട്ടടി കണ്ട. നിന്നെ പോലോത്ത കാപാലന്മാരെ ആദ്യം മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വാ. നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിഷയമല്ല. ആദ്യം മലയാള ഭാഷയെ തുണി പൊക്കി കാണിക്കാതെ പോയി പഠിച്ചിട്ട് വാ. ചെല്ല്. എല്ലാവരും ലൈവിൽ നിൽക്കുന്നവരൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അവൾ എഴുതിയ ഭാഷ ഒന്ന് വായിച്ചു നോക്കിയേ. റിഫായ് കുംബ്ല, പൊടി പിളിയാടി അല്ലേ? പിളിയാടി മോളെ. നോക്കണം. വാപ്പ വിളിക്കുന്നതാണോ മോളെ, അതോ ഉമ്മ വിളിക്കുന്നതാണോ? കൊള്ളാലോ. അർഫം നിന്നോ. മദ്രസയിൽ പഠിപ്പിച്ചതാണോടി, അതോ ഉമ്മായും വാപ്പായും മാറി മാറി വിളിക്കുന്നതാണോ? ആദ്യം മലയാള ഭാഷ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിപ്പിച്ചല്ലേ. അലവലാദികൾ ഓരോന്ന് കയറി വരും. എന്ത് കാര്യമുണ്ടെന്ന് നോക്കി. ഇതിൻ്റെയൊക്കെ ലജ്ജ തോന്നുക. അപ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും കൂടി ഈ രാജ്യത്തെ തീവ്രവാദികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ
നമ്മൾ അതോടൊപ്പം നിൽക്കും. കാരണം രാജ്യത്ത് നിന്ന് ഭീകരവാദം പോകണമെന്ന് നമ്മുടെയും ആഗ്രഹമാണ്. കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന ആളുകളെ മറക്കരുത് നമ്മൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് വാഴ്ത്തുപാട്ടുകൾ എഴുതി നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും സുരക്ഷാ സംവിധാനത്തെയും കളിയാക്കുകയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയും ചെയ്ത ഭീകരന്മാർ ഇവിടെയുണ്ട്. ആ ഭീകരാക്രമണം നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് എന്നുവരെ ഇന്തോനേഷ്യയിൽ ഇരുന്നു പറഞ്ഞ മലയാളി മൊട്ടപ്രാന്തനെ മറന്നിട്ടില്ലല്ലോ നമ്മളാരും. ഒരൽപ്പം കൂടി കടന്ന് ഇതിന് സംഖ്യ ആസൂത്രണം ഇവരാരോപിക്കാത്തത് ഭാഗ്യം. കാരണം എന്തെന്നറിയാമോ? കൊല്ലപ്പെട്ടത് മൊത്തം ലിംഗാഗ്രചർമ്മം ഛേദിക്കാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല. സുനയില്ലാത്ത ആരെങ്കിലും അതിനകത്ത് കൊല്ലപ്പെട്ടതിൽ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർ സംഖ്യകളുടെ ആസൂത്രണമാണെന്ന് പറയുമായിരുന്നു. റോബോട്ട് വാദ്ര എന്താ പറഞ്ഞത്? ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളും അസംബന്ധങ്ങളും കേരളത്തിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം മതഭീകരവാദത്തെ താലോലിക്കലാണ്. നമ്മുടെ ലക്ഷ്യം അതല്ല, തീവ്രവാദത്തെ തുറന്നു കാണിക്കലാണ്. രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയാൻ റോബർട്ട് വാദ്ര മുന്നോട്ട് വരണം. ക്ഷീരമുള്ളൂരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ പൊട്ടുന്ന ബോംബുകളുടെ കഥ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ദിവസവും നമ്മുടെ സുരക്ഷാ സേന നിർവീര്യമാക്കി കളയുന്ന ബോംബുകളെ കുറിച്ച്, അത്തരം ഓപ്പറേഷൻസിനെ കുറിച്ച്, ഇസ്ലാമിക ഭീകരരുടെ തകർക്കപ്പെടുന്ന പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നില്ല. വഴങ്ങുന്ന ഗോള് മാത്രമേ ചരിത്രം രചിച്ചിട്ടുള്ളൂ. തടയുന്ന ഗോളുകൾ ചരിത്രം രചിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ തടയുന്ന ഭീകരാക്രമണങ്ങളൊന്നും റിപ്പോർട്ടുകളാക്കപ്പെടുന്നില്ല. മറിച്ച് വഴങ്ങുന്ന ഗോളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ടിലുണ്ട്. 1000 തവണ മതഭീകരവാദികളുടെ വിവിധ ഓപ്പറേഷനുകൾ തടയുമ്പോൾ, അവര് പരാജയപ്പെടുമ്പോൾ, ഒരു തവണ മാത്രം അവര് ജയിക്കുന്നത്. നമ്മുടെ സുരക്ഷാ സേനയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ കഴിവില്ലായ്മയോ മികവില്ലായ്മയോ അല്ല, മറിച്ച് അവരത്രമാത്രം വലിയ വിങ്ങാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പല പേരുകളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ. നമുക്ക് നമ്മുടെ സുരക്ഷാ സേന കണ്ണിമ വെട്ടാതെ കാത്തിരുന്ന് നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നത് കൊണ്ട് നമ്മൾ സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നു. എന്നിട്ടും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ലോക പോലീസായിട്ടുള്ള അമേരിക്കയില് ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയില്ലേ? കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇറാനിൽ ഭീകരാക്രമണം നടത്തിയില്ലേ? ജനനിബിഡമായിട്ടുള്ള ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയില്ലേ? മുംബൈയിൽ നടത്തിയില്ലേ? ഫ്രാൻസിൽ നടത്തിയില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇവരുടെ പിടിയിൽ അകപ്പെട്ട് അമർന്നുകൊണ്ടിരിക്കുക. അത്യാധുനിക സംവിധാനങ്ങളുള്ള അയൺ ഡോം വിന്യസിപ്പിച്ചിട്ടുള്ള ഇസ്രയേലിലെ ഇവര് ഭീകരാക്രമണം നടത്തിയില്ലേ? അതൊക്കെ സുരക്ഷാ സേനകളുടെ കുറവുകൾ കൊണ്ടായിരുന്നോ? അവര് നന്നായിട്ട് നോക്കാത്തത് കൊണ്ടായിരുന്നോ? അവരുടെ വീഴ്ചകളായിരുന്നോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ലഹരി മാഫിയകളുടെ വിളയാട്ടവുമൊക്കെ ആരുടെ വീഴ്ചയാണ്? നമ്മുടെ നാട്ടിൽ കരിപ്പൂരിൽ വന്നിറങ്ങുന്ന മലദ്വാർ ഗോൾഡുകൾ ആരുടെ സുരക്ഷാ വീഴ്ചയാണെന്ന് പറയണമേ. ഉളുപ്പില്ലാത്ത കുറച്ച് ജന്മങ്ങൾ. നിലനിൽപ്പിന് വേണ്ടി അവരത് ചെയ്തു, ഇവരിത് ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രിമാര് കൊല്ലപ്പെട്ടില്ലേ? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ആരുടെ പിഴവ് കൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? നരേന്ദ്ര